അവധി ദിവസങ്ങൾ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഒരു സ്വപ്നയിടം തേടുകയാണോ? ഗ്രാമീണതയുടെ സൗന്ദര്യവും ആധുനിക സൗകര്യങ്ങളും ഒരുമിച്ച് ചേരുന്ന ആനമല ഹോം സ്റ്റേസിലേക്ക് സ്വാഗതം. തനത് കൈത്തറി വസ്ത്രങ്ങൾ നെയ്യുന്ന നെയ്ത്ത് കേന്ദ്രവും ഇവിടെ സന്ദർശിക്കാം. പ്രകൃതിയോടിണങ്ങി മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാൻ ആനമല ഹോം സ്റ്റേസിലേക്ക് വരൂ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9035290919. ക്യാൻസർ ബാധിതനായ തിരുവല്ലോമല സ്വദേശി ഷിബുവിന്റെ ചികിത്സയ്ക്കായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ സാമ്പത്തിക സഹായം തേടി ചികിത്സാ സഹായ നിധി രൂപീകരിച്ചു. തിരുവല്ലോമല 13-ാം വാർഡ് കുണ്ടുകാട് ഉന്നതിയിൽ പൂളക്കപ്പറമ്പിൽ വീട്ടിൽ താമസിക്കുന്ന PT ഷിബുവാണ് ചികിത്സാ സഹായം തേടുന്നത്. തിരുവല്ലോമലയിൽ ഡ്രൈവറായി ജോലി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന 39-കാരനായ ഷിബു മാസങ്ങളായി ക്യാൻസർ ബാധിതനായി ചികിത്സയിലാണ്. തിരുവനന്തപുരം RCCയിലെ സർജറിക്ക് ശേഷം നിലവിൽ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടർ ചികിത്സയിലാണ് ഇദ്ദേഹം. ഭാര്യയും 3 മക്കളും ഭിന്നശേഷിക്കാരിയായ അമ്മയുമടങ്ങുന്ന 6-അംഗ കുടുംബത്തിന്റെ ഏകാശ്രയമായിരുന്നു ഈ യുവാവ്. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ഷിബുവിന്റെ ചികിത്സാ ധനസമാഹരണത്തിനായി ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് തിരുവല്ലോമല ഗ്രാമീൺ ബാങ്കിൽ ജോയിന്റ് അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ സുഖമില്ലാതെ കിടക്കുന്ന ഷിബു എന്ന ഒരു ക്യാൻസർ രോഗി, അദ്ദേഹത്തിൻ്റെ ചികിത്സാ ചെലവിലേക്കായി ഒരു സമിതി രൂപീകരിക്കുകയും അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാരിച്ച ചെലവുകൾ, കുടുംബത്തിൻ്റെ ഭാരിച്ച ചെലവുകൾ അദ്ദേഹമാണ് ആ കുടുംബം ഇതുവരെ നോക്കിക്കൊണ്ടുവന്നത്. വളരെ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അമ്മയും ക്യാൻസർ പേഷ്യൻ്റാണ്. ഷിബു ക്യാൻസർ പേഷ്യൻ്റായിട്ട് ഇപ്പോൾ ഏകദേശം അദ്ദേഹത്തിന് 30 ഡയാലിസിസ് ചെയ്യണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടിരിക്കുന്നത്. അതിനോടൊപ്പം കീമോയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ഭാരിച്ച ഒരു ചെലവിലേക്കാണ് ആ കുടുംബം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു സഹായ നിധി രൂപീകരിക്കുകയും ബാങ്കിൽ അക്കൗണ്ട് ചേർന്ന് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഇവിടെയുള്ള സന്മനസ്സുള്ള മുഴുവൻ നാട്ടുകാരുടെയും സഹകരണത്തോടു കൂടി ഇതുപോലെ ഉള്ളൊരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ ഒരു പ്രവർത്തനത്തിലേക്ക്, ആ ഒരു സഹായ നിധിയിലേക്ക് നല്ല മനസ്സുള്ള മുഴുവൻ ആളുകളുടെയും സഹായം ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് അംഗം ഷമീർ അലി ചെയർമാനായും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം KM രാധിക കൺവീനറായും ഹക്കീം അലി ട്രഷററായും കമ്മിറ്റി രൂപീകരിച്ചു. നമ്മുടെ തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിനകത്ത് 13-ാം വാർഡ് കുണ്ടുകാട് പ്രദേശത്ത് പൂളക്കപ്പറമ്പ് വീട്ടിൽ തങ്കമണിയുടെ മകൻ ഷിബു 39 വയസ്സേ ഉള്ളൂ. ക്യാൻസർ രോഗബാധിതനായിട്ട് ചികിത്സയിലാണ്. തിരുവനന്തപുരത്ത് RCCയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് തുടർന്ന് റേഡിയേഷൻ തൃശ്ശൂർ മുളങ്ങുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലാണ്. ഷിബുവിൻ്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കുടുംബം പോറ്റി കൊണ്ടുപോകേണ്ട ഒരവസ്ഥയിലാണ് ഷിബുവിൻ്റെ ഭാര്യയുടെ അമ്മ ക്യാൻസർ രോഗിയാണ്. അതുപോലെ തന്നെ വീട്ടിൽ സ്വന്തം അമ്മ ഒരു ഭിന്നശേഷിക്കാരിയും അതുപോലെ തന്നെ പിഞ്ചു കുട്ടികളടങ്ങുന്ന 3 കുട്ടികളുള്ള കുടുംബമാണ്. അപ്പോൾ ഷിബുവിൻ്റെ ഏക വരുമാനം കൊണ്ടാണ് ഷിബു ഈ 2 കുടുംബത്തെയും പോറ്റിക്കൊണ്ട് വന്നിരുന്നത്. എന്നാൽ ഈ ചികിത്സയെ തുടർന്ന് 2 കുടുംബത്തിൻ്റെയും അത്താണിയായിരുന്ന ഷിബുവിന് യാതൊരു വരുമാനവുമില്ലാതെ 2 കുടുംബം പെരുവഴിയിലാകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് ഷിബുവിനെ സഹായിക്കാൻ പ്രാദേശികമായിട്ട് കുടുംബശ്രീയുടെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ സമിതികളുടെ ഭാഗത്തു നിന്ന് നമ്മൾ നാട്ടുകാരൊക്കെ ചേർന്ന് കഴിയാവുന്ന സഹായങ്ങൾ, ക്ലബിൻ്റെ പേരിലും ഒക്കെ കൂടി നമ്മൾ കഴിയുന്ന സഹായങ്ങൾ ഫണ്ട് ശേഖരിച്ച് കൊടുത്തു. ചികിത്സാ സഹായ നിധി രൂപീകരണ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം KR സത്യൻ, ഷമീർ അലി, KM രാധിക, ഹക്കീം അലി, പൊതുപ്രവർത്തകരായ സുരേഷ് ബാബു, റാബിയ, മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്തിലെ ഷമീർ അലി എന്ന 13-ാം വാർഡിലത്തെ മെമ്പറാണ്. അപ്പോൾ നമ്മുടെ ഷിബു എന്ന നമ്മുടെ ഒരു പെറ്റിൻ്റെ ഒരു ചികിത്സാ ഫണ്ടായിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ഒരു ഫണ്ട് ശേഖരണമാണ്. അപ്പോൾ എൻ്റെ നാട്ടുകാരും സുഹൃത്തുക്കളും ഈ കാണുന്ന എല്ലാവരും പരമാവധി ആളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും സഹായിക്കണം. ജാതിമത രാഷ്ട്രീയങ്ങൾക്കപ്പുറം ഞങ്ങളൊരു ചെറുപ്പക്കാരന് വേണ്ടി കൈകോർക്കുകയാണ്. ഒരു ഗ്രാമം ഒന്നിച്ച് ആ ചെറുപ്പക്കാരൻ്റെ കൂടെയുണ്ട് എന്ന് ഞങ്ങൾ ഈ കമ്മിറ്റിയിൽ കൂടി തെളിയിക്കുകയാണ്. അതിന് കേരള വിഷനിലെ എല്ലാ നല്ലവരായ സുമനസ്സുകളുടെയും സഹായ സഹകരണങ്ങൾ
സ്നേഹത്തോടെ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ന്യൂസ് ഡെസ്ക് CCV.